സോ ഒരു ഫ്രീ AI ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷനിലൂടെ പൈസ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് നോട്ട്ബുക്ക് എല്ലാം. ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിൻ്റെയോ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെയോ പോട്ടെ നിങ്ങളുടെ ചാനൽ പോലും നിങ്ങൾക്ക് ക്ലോൺ ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാം. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. അതിനായി ആദ്യം വരേണ്ടത് നോട്ട്ബുക്ക് എല്ലാത്തിൻ്റെ സൈറ്റിലാണ്. അതിൽ പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്ലോഡ് സോഴ്സസിൽ ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. നമ്മൾ ക്ലോൺ ചെയ്യാൻ പോകുന്നത് ഇമാൻ ഗാഡ്സിയുടെ ചാനലാണ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സോഴ്സസ് ആഡ് ചെയ്യാം. ഇതിനു വേണ്ടി കുറച്ച് ക്രോം എക്സ്റ്റൻഷൻസ് ആവശ്യമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എക്സ്റ്റൻഷൻ ടാബിലേക്ക് വരിക. ഗ്രാബിറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് വെബ്സിങ്ക് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ്. വെബ്സിങ്ക് നോട്ട്ബുക്ക് എല്ലാം വെബ്സിങ്ക്. ബേസിക്കലി നമ്മൾ എടുക്കുന്ന URLs എല്ലാം നോട്ട്ബുക്ക് എല്ലാത്തിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ വർക്കിലോട്ട് വരാം. ആദ്യം ഇമാൻ ഗാഡ്സിയുടെ ചാനലിലേക്ക് വരിക. എന്നിട്ട് ഗ്രാബിറ്റ് ക്രോം എക്സ്റ്റൻഷൻ എടുക്കുക. എന്നിട്ട് മോർ സെറ്റിംഗ്സിൽ പോവുക. എന്നിട്ട് പുതിയൊരു റൂൾ ഉണ്ടാക്കുക. ഈ റൂൾ ഞാൻ കളയുകയാണ്. സെലക്ട് മൗസ് ബട്ടൺ, ലെഫ്റ്റ് ക്ലിക്ക്, കീ കൺട്രോൾ കൊടുക്കുക. ബാക്കി ആക്ഷൻ ഷുഡ് കോപ്പി URLs ടു ക്ലിപ്പ് ബോർഡ് കൊടുക്കുക. സേവ്. നമ്മൾ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്ത ആക്ഷൻ ഇതിനകത്ത് ചെയ്യുക. കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ക്ലിക്കാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ URL തനിയെ കോപ്പി ആവുകയാണ്. നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണോ ഇതിന് എടുക്കാം. ഞാനൊരു 16 വീഡിയോസ് എടുത്തു. എന്നിട്ട് വിടുക. എന്നിട്ട് ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഡോക്ക് ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് ഇതെല്ലാം കൊണ്ട് കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്യും. ഇത്രയും വീഡിയോസിൻ്റെ URL നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വെബ്സിങ്ക് എക്സ്റ്റൻഷനിൽ പോവുക. എന്നിട്ട് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത നോട്ട്ബുക്ക് സെലക്ട് ചെയ്യുക. ഇമാൻ ഗാഡ്സി ക്ലോൺ. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത URLs എല്ലാം ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുക. എല്ലാം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ട് ചെയ്യുക. ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ URLs എല്ലാം ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം നോട്ട്ബുക്ക് എല്ലാത്തിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ChatGPTയിൽ ചെയ്യുന്നതിനെക്കാട്ടി നോട്ട്ബുക്ക് എല്ലാത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത്. ഇതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതായത് ChatGPTയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട്സിലും തേർഡ് പാർട്ടി സ്റ്റോറേജിൽ നിന്നും ഓപ്പൺ AIൻ്റെ ട്രെയിനിങ് ഡേറ്റയിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് റെസ്പോൺസ് തരുന്നത്. പക്ഷേ നോട്ട്ബുക്ക് എല്ലാത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് അനലൈസ് ചെയ്ത് മാത്രമായിരിക്കും നമുക്ക് റെസ്പോൺസ് തരുന്നത്. അത് ബേസിക്കലി നമ്മൾ ക്ലോൺ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സഹായിക്കും. ഇനി നേരെ നോട്ട്ബുക്ക് എല്ലാത്തിലോട്ട് വന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോട്ട്ബുക്ക് എടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആഡ് ചെയ്ത യൂട്യൂബ് വീഡിയോസിൻ്റെ എല്ലാ ട്രാൻസ്ക്രിപ്ഷനും ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. ഇതിനകത്തൊരു സമ്മറി പോലെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് ഈ ഒരു കസ്റ്റം പ്രോംപ്റ്റ് ഇതിലോട്ട് കൊടുക്കുക. ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ബേസിക്കലി ഈ പ്രോംപ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത സോഴ്സസിലെ ക്രിയേറ്ററിനെ പോലെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അയാൾ എങ്ങനെയാണോ സ്ക്രിപ്റ്റ് എഴുതുന്നത് അതുപോലെ നമുക്ക് എഴുതി തരാൻ വേണ്ടി അതേ ടോണും വോയിസും പേഴ്സണാലിറ്റിയിലോട് കൂടി. എന്നിട്ട് നമുക്ക് കോണ്ടന്റ് ജനറേഷനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ബേസിക്കലി നോട്ട്ബുക്ക് എല്ലാം ഇമാൻ ഗാഡ്സി ആയിട്ട് ആക്ട് ചെയ്ത് പുള്ളിക്കാരൻ എങ്ങനെയാണോ പല ഐഡിയാസ് കണ്ടുപിടിക്കുന്നത് അതേപോലത്തെ ഐഡിയാസ് നമുക്കും പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചാനൽസിനെ വേണമെങ്കിലും ക്ലോൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ സ്ട്രോങ് ഹുക്കുണ്ട്, SEO ഒപ്റ്റിമൈസ് ടൈറ്റിലും ഉണ്ട്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI ഹലൂസിനേഷൻസ് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. നമ്മൾ കൊടുത്ത സോഴ്സസിൽ നിന്ന് മാത്രമായിരിക്കും ഇത് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ റെസ്പോൺസസിൻ്റെ സോഴ്സസ് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതാ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ നിന്നാണ് ഈ ഒരു കണ്ടൻറ് ഐഡിയാസ് ജനറേറ്റ് ആയത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫർദറായിട്ട് സ്ക്രിപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കാം, റീൽസ് ഉണ്ടാക്കാം, എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം ഇമാൻ ഗാഡ്സി ആയിട്ട്. അതിനായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റോ ഉണ്ടാക്കാം. സോ ഇതെങ്ങനെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ കയ്യിലാണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.